ഇവിടെ നമ്മുടെ നായകന്റെ ചേച്ചി 10 വർഷമായിട്ട് കുട്ടികളില്ലാത്തതുകൊണ്ട് ഒരുപാട് അമ്പലങ്ങളിലും ഹോസ്പിറ്റലിലും പോയി ഒടുവിൽ ഒരു പ്രഗ്നന്റ് ആകുന്നു. അത് കൺഫേം ആക്കാൻ സ്കാൻ ചെയ്യാനും ഹോസ്പിറ്റലിലേക്ക് വരുന്നു. നായകനും ചേച്ചിയും കൂടിയാണ് ഹോസ്പിറ്റലിലേക്ക് സ്കാൻ ചെയ്യാൻ വരുന്നത്. നമ്മുടെ നായികയാണ് സ്കാൻ ചെയ്യുന്ന ഡോക്ടർ. നായിക ഹീറോയിന്റെ ചേച്ചി പ്രഗ്നന്റ് ആണെന്നും അവരൊരു അമ്മയാകാൻ പോകുന്നു എന്നും പറയുന്നു. അത് കേട്ടത് മുതൽ നമ്മുടെ ഹീറോ ഒരുപാട് സന്തോഷത്തിലാണ്. ആ കുഞ്ഞ് വയറ്റിലിരിക്കെ തന്നെ എല്ലാ ദിവസവും മാമനായിരിക്കും നിന്നെ വളർത്തുക എന്ന് പറയുന്നു. അങ്ങനെ കുഞ്ഞ് ജനിക്കുമ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡിനെ തള്ളി നീക്കി ആ കുഞ്ഞിനെ ഹീറോ മേടിക്കുന്നു. വളരെ സന്തോഷത്തിലാണ് കുഞ്ഞിനെ നോക്കുന്നത്. ഹീറോയുടെ ചേച്ചിയും ഹസ്ബൻഡും ജോലിക്ക് പോകുമ്പോൾ ആ കുഞ്ഞിനെ മുഴുവൻ സമയം നോക്കുന്നത് ഹീറോയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ച് ഹീറോയും ഡോക്ടറും തമ്മിൽ ലവ് സെറ്റാവുകയാണ്. ഈ കാര്യം വീട്ടിൽ പറയുമ്പോൾ പിന്നീട് രണ്ട് വീട്ടുകാരുടെയും സമ്മതപ്രകാരം അവരുടെ കല്യാണം നടക്കുകയാണ്. കുഞ്ഞിലെ മുതൽ ഈ കുട്ടിയെ വളർത്തുന്നത് കൊണ്ട് അവൻ മമ്മ എന്ന് വിളിച്ചുകൊണ്ട് പുറകെ നടക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഫസ്റ്റ് നൈറ്റും ഹണിമൂണും ഒന്നും നടക്കാതെ പോകുന്നു. ആദ്യമൊക്കെ നമ്മുടെ ഹീറോയിൻ അത് വലിയ കാര്യമായി എടുക്കുന്നില്ല. എന്നാൽ കുറച്ചു നേരം പോലും ഹീറോയുടെ കൂടെ സമയം ചെലവഴിക്കാൻ പറ്റുന്നില്ലെന്ന് ഹീറോയോട് പറയുമ്പോൾ ഹീറോ അവളുടെ ഫീലിംഗ്സ് മനസ്സിലാക്കാതെ സംസാരിക്കുന്നു. ആ ദേഷ്യത്തിൽ നമ്മുടെ നായിക അമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ്. നായികയുടെ വീട്ടിൽ പോയി സമാധാനിപ്പിച്ച് അവളെ തിരിച്ചു കൊണ്ടുവരികയാണ്. ഇപ്പോഴെങ്കിലും നമ്മുടെ നായകൻ മാറിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുമ്പോൾ വീണ്ടും ആ പയ്യന്റെ നിർബന്ധപ്രകാരം ആ പയ്യനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. നടക്കുന്ന എല്ലാ കാര്യങ്ങളും തന്റെ കൂട്ടുകാരിയോട് പറയുകയാണ് നായിക. പതിയെ പതിയെ നായികയുടെ മനസ്സിൽ ദേഷ്യം ഉണ്ടാവുകയും ആ ദേഷ്യം നായകന്റെ അമ്മയോടും ചേച്ചിയോടും കാണിക്കുന്നു. അതെല്ലാം മനസ്സിലാക്കിയ ചേച്ചി അമ്മയോട് പറയുന്നു, എന്റെ മകൻ എത്രത്തോളം പറഞ്ഞു മനസ്സിലാക്കി, അവനവന്റെ മാവിന്റെ അടുത്ത് നിന്ന് വേർപിരിയാത്ത എന്റെ കുഴപ്പമല്ലല്ലോ എന്ന്. അപ്പോൾ ഉടനെ അമ്മ പറയാം, അവൻ നിന്റെ മകനെ ഹൈപ്പർ ആക്റ്റീവായി ഇരിക്കുകയാണ്, അവന് കൗൺസിലിംഗ് കൊടുത്ത് നല്ലതായിരിക്കും എന്ന് പറയുന്നു. അത് ചേച്ചി തെറ്റായി മനസ്സിലാക്കുകയും എന്താ എന്റെ മകന് പ്രാന്താണോ എന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ നായകക്ക് മധുരയ്ക്ക് ട്രാൻസ്ഫർ കിട്ടുന്നു. ആ പയ്യനെ വിട്ട് നായകൻ എങ്ങനെ പോകുമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ നായികയുടെ അച്ഛൻ അങ്ങോട്ട് വരികയും, നീ നിന്നെക്കുറിച്ച് മാത്രമേ ഓർക്കുന്നുള്ളൂ, നിന്റെ ചേച്ചിക്ക് 10 വർഷം കഴിഞ്ഞാണ് കുട്ടികളുണ്ടാകുന്നത്, അവന്റെ അച്ഛന് അവന്റെ കൂടെ സന്തോഷത്തോടെ ഇരിക്കുന്ന എത്ര ആഗ്രഹം ഉണ്ടാകും, അപ്പോഴെല്ലാം നീ അവനെ കൂട്ടിക്കൊണ്ടുവരും, ഇനി കുറച്ചു നാളത്തേക്ക് അവൻ അവന്റെ മകന്റെ കൂടെ ജീവിക്കട്ടെ, നീ നിന്റെ ഭാര്യയുടെ കൂടെയും ജീവിക്കാൻ വേണ്ടി പറയുന്നു. ഇതെല്ലാം മനസ്സിലാക്കി നമ്മുടെ ഹീറോ ആ പയ്യനെ പിരിഞ്ഞ് ജീവിക്കാൻ തീരുമാനിക്കുന്നു. ആ പയ്യൻ മാമനെ ചോദിച്ച് ബഹളം ഉണ്ടാക്കുകയും കരഞ്ഞു തളർന്ന് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഇനി അവൻ കരയാതെ നോക്കണം, ഇനി കരഞ്ഞാൽ അവന് ഫിക്സ് വരുമെന്ന് പറയുന്നു. അപ്പോൾ മുതൽ തന്റെ മകനോട് കാണിക്കാൻ പറ്റാത്ത സ്നേഹം മുതൽ അവന്റെ അച്ഛൻ കാണിക്കാൻ ആരംഭിക്കുന്നു. നമ്മുടെ നായകനും നായികയും ഒറ്റക്കായതോടെ അവർ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു. തുടർന്ന് നമ്മുടെ നായിക പ്രഗ്നന്റ് ആകുന്നു. ഈ സന്തോഷ വാർത്ത നായകൻ തന്നെ അമ്മയോട് പറയുന്നു. കൂടെ തന്റെ ചേച്ചിയോട് പറയാൻ പറയുന്നു. എന്നാൽ ഇത് പറയാൻ വരുന്ന അമ്മ ആ കാഴ്ച കണ്ട് ഞെട്ടുകയാണ്. പയ്യനെ ഹീറോയിൽ നിന്ന് അകറ്റാനായി ഹീറോ മരിച്ചുപോയെന്നും അവന്റെ ഫോട്ടോയിൽ മാലയിട്ട് വെച്ചിരിക്കുന്നതും ഇതെല്ലാം പയ്യന് ഫിക്സ് വരാതിരിക്കാനാണെന്നും പറയുന്നു. അത് കഴിഞ്ഞ് ഒരു കല്യാണ ഫംഗ്ഷനിൽ വെച്ച് അവൻ ചേച്ചിയുടെ മകനെ പിന്നെയും കാണുന്നു. അവനെ കാണാൻ പോകുമ്പോൾ നമ്മുടെ നായിക തടയുന്നു. അവൻ ഇപ്പോഴാണ് നിങ്ങളെ പതിയെ പതിയെ മറന്നു തുടങ്ങിയിരിക്കുന്നത്, ഞാൻ പറയുന്നവരെ അവനെ കാണരുതെന്ന് ക്ഷണിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ മേൽ സത്യം ചെയ്യിപ്പിക്കുന്നു. ഇതിനിടയിലാണ് നായകൻ മരിച്ചു എന്ന് പറഞ്ഞ കാര്യം ഹീറോയിൻ അറിയുന്നത്. അവരുടെ ഇടയിൽ വഴക്കുണ്ടാകുന്നു. പിന്നീട് ഒരു ദിവസം അവന്റെ ചേച്ചിയും ഫാമിലിയും കൂടി പോകുന്ന വഴിക്ക് ആക്സിഡന്റ് ആകുകയും ഇതറിഞ്ഞ് നമ്മുടെ ഹീറോ ആ പയ്യനെ കാണാൻ വരുന്നു. ഇതറിഞ്ഞ് നമ്മുടെ നായികയാവട്ടെ തന്റെ കുഞ്ഞിനെ പിടിച്ച് സത്യം ചെയ്തിട്ടും ഇവനെ കാണാൻ എന്തിനാ വന്നതെന്ന് ചോദിക്കുന്നു. അപ്പൊ നമ്മുടെ കുഞ്ഞു മരിച്ചാലും കുഴപ്പമില്ല എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും ദേഷ്യത്തിൽ നമ്മുടെ നായകൻ ഹീറോയിനെ അടിക്കുന്നു. നമ്മുടെ നായികയാവട്ടെ ഉടനെ തന്നെ നിങ്ങളുടെ കൂടെ ഞാൻ ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞ് താലി പൊടിച്ചെറിയുന്നു. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഹീറോയ്ക്ക് കുഞ്ഞു ചിരിച്ചു എന്ന് അറിയുന്നു. അവനുടനെ ഹോസ്പിറ്റലിലേക്ക് കാണാൻ ചെല്ലുമ്പോൾ അവന്റെ കുടുംബത്തിലുള്ള എല്ലാവരും അവിടെയുണ്ട്. ഹീറോയുടെ ചേച്ചി അവിടെ താൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്നും തന്നോട് ക്ഷമിക്കാനും പറയുന്നു. നമ്മുടെ പയ്യനാവട്ടെ ഹീറോയിനെ കണ്ട് താനാണ് എല്ലാ കുഴപ്പങ്ങളും കാണാൻ തന്നോട് ക്ഷമിക്കാനായി പറയുന്നു. അങ്ങനെ ഹീറോയിനോട് ക്ഷമിച്ച് അവർ ഒന്നായി